മുണ്ടക്കൈ ദുരിതബാധിതരുടെ വീട് നിർമ്മാണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. പല വീടുകളും ഉയർന്നിട്ടില്ല. അതോടൊപ്പം തന്നെ പലയിടത്തും ഭൂമി പ്രശ്നങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതേസമയം വീട് നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിൽ വീട് നിർമ്മാണം ഏറെക്കുറെ 14ഓളം വീടുകൾ നിർമ്മാണം പൂർത്തിയായ ഒരു സ്ഥലത്താണ്. അത് എറണാകുളം മഹല്ല് കോർഡിനേഷനാണ് ഇതിൻ്റെ സാമ്പത്തിക സഹായം നിർവഹിക്കുന്നത്. ലത്തീഫ് ഹസൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്ര വീടുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? എവിടം വരെ എത്തിയ പ്രവർത്തനങ്ങൾ? നിലവിൽ 20 വീടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ 14 വീടിൻ്റെത് 99% വർക്കും പൂർത്തീകരിച്ചു. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന രൂപത്തിൽ വെട്ടത്ത് മുഹമ്മദ് മൗലവി പ്രസിഡൻ്റായി എറണാകുളം ജില്ലയിൽ മഹല്ല് കൂട്ടായ്മ രൂപപ്പെടുകയും അതിൻ്റെ കീഴിലാണ് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ ആവേശത്തിൽ വളരെ നല്ല കോർഡിനേഷനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളതും. അങ്ങനെ അതിൻ്റെ വർക്കുകൾ മറ്റ് പബ്ലിസിറ്റിയോ മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ആത്മാർത്ഥമായി വ്യത്യസ്ത മഹല്ലുകളുടെയും വ്യത്യസ്ത കൂട്ടായ്മകളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ മഹല്ല് കൂട്ടായ്മ ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കുകൾ ഈ രൂപത്തിൽ എത്തിച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഭോക്താക്കളെ നമ്മളിങ്ങനെ കണ്ടെത്തുന്നത് എപ്പോഴാണ് കൈമാറാൻ ആലോചിക്കുന്നത്? ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏകദേശം ഒരു മാസം മുമ്പ് മേപ്പാടി വ്യാപാര ഭവനിൽ ദുരിതം അനുഭവപ്പെട്ട 3 വാർഡുകൾ കേന്ദ്രീകരിച്ച് അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചിരുന്നു. 214 അപേക്ഷകളാണ് നമുക്ക് വന്നത്. അതിൽ നിന്ന് അതിൻ്റെ എറണാകുളം മഹല്ല് കൂട്ടായ്മ നിയോഗിച്ച ഒരു ടീം തന്നെ അതിനുവേണ്ടി അവിടെ ലാൻഡ് ചെയ്ത് അത് 3 ദിവസം അവിടെ താമസിച്ച് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ പഠനങ്ങൾ മഹല്ല് കമ്മിറ്റി, അതേപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർ, പഞ്ചായത്ത് അങ്ങനെ തുടങ്ങി വില്ലേജ് എല്ലാം കേന്ദ്രീകരിച്ചുള്ള പഠനം നടത്തി, പൊതുജനങ്ങളിൽ നിന്നും പഠനം നടത്തി. അതിൻ്റെ ഭാഗമായി അത് 20 ചുരുക്കി. ഇനി അതിൽ നിന്ന് 14 ആളുകളെയാണ് ഞങ്ങൾ ഇപ്പോൾ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റ് മുൻതൂക്കം എന്ന രൂപത്തിലോ പരിഗണിച്ച് അവർക്ക് വീടുകൾ കൈമാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ലിസ്റ്റ് നിലവിലില്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അഥവാ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 100 മീറ്ററോളമായിരുന്നു റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ രൂപത്തിലാകുമ്പോൾ ഏകദേശം നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ അതിൽ ഉൾപ്പെടും. പക്ഷേ അതിൽ നിന്ന് ചുരുക്കി 30ലേക്കും പിന്നെ 50ലേക്കൊക്കെ മാറിയപ്പോഴാണ് ഇവർ പുറത്തായിരിക്കുന്നത്. ആ ആളുകളെയാണ് ഭൂരിഭാഗവും നമ്മൾ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? വീടിൻ്റെ ഒരു സൗകര്യം? വീട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുടുംബം ഇവർ ഒന്നുമില്ലാത്തവരായിരുന്നില്ലല്ലോ. അപ്പം എല്ലാം ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്കാണല്ലോ നമ്മൾ വീടുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ബെഡ്റൂം, വിശാലമായ 2 ബെഡ്റൂം, അതിൽ ബാത്റൂം, അത് പുറമെ കിച്ചന്, സിറ്റ് ഔട്ട്, വലിയൊരു ഹാള്, 750ഓളം സ്ക്വയർ ഫീറ്റ് ഓരോ വീടുകളുമുണ്ട്. 5 സെൻറ്റാണ് ഒരു വീടിന് നമ്മൾ കാണുന്നത്. ആ രൂപത്തിലാണ് ഇപ്പോൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനടുത്ത് മറ്റ് സ്കൂൾ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണല്ലോ അല്ലേ ഇവിടെ? തൊട്ടടുത്ത് ഇതിൻ്റെ അതിൽ തന്നെ UP സ്കൂളാണുള്ളത്. പിന്നെ ബാക്കി സൗകര്യങ്ങളും തന്നെ റോഡ്, ഹെൽത്ത് സെൻറ്റർ അടുത്താണ്. ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും, റേഷൻ കട, ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. എന്തായാലും വീട് നിർമ്മാണം 14 വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ഏറെക്കുറെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നേരത്തെ ഗുണഭോക്തൃ പട്ടിക അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ അവർ കൈമാറ്റത്തിലേക്ക് പോകും. വീണ്ടും തുടർന്ന് ഒരു 6 വീടുകൾ നിർമ്മിക്കാനുള്ള പ്ലാന് കൂടി ശരിക്കും മുന്നോട്ടുണ്ട്. എന്തായാലും ഈ ഒരു ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൂർത്തിയാകാത്തത് മാത്രമല്ല, പൂർത്തിയായ പദ്ധതികൾ കൂടി ഇവിടെയുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.